കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി. ആ നെയ്വിളക്കിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കുടുകുടാന്ന് ചിറിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഇന്നെന്തോ കൂടുതൽ സന്തോഷമുള്ള മാതിരി. ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണ തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിന് കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു വയലറ്റ് പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കണം. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണക്കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകൾ 3 എണ്ണം ചാർത്തിയുണ്ട്. 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ സുന്ദര കുട്ടപ്പനായ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കണം. നട തുറന്ന സമയത്ത് ഇത് കണ്ട എല്ലാ ഭക്തന്മാരും ഭഗവാന്റെ നാരായണനാമം ചൊല്ലി അതാ ഭഗവാന്റെ അടുത്തേക്ക് ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്നതാ ആ കൺകുളിർക്കെ നമ്മുടെ പൊന്നോമന കണ്ണനെ കണ്ട് നിർവൃതിയടഞ്ഞ് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കണം. എന്നിട്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും. ആ സുന്ദര രൂപം, ആ ബാലസ്വരൂപനായ കുടുകുടെ ചിറിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപമുണ്ടല്ലോ, നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കാൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ പൊന്നിൻ കെട്ടി പട്ടുകോണകം ഉടുത്ത് വയലറ്റ് പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ, പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നാമം ജപിച്ചോളൂ. നാരായണ നാരായണ നാരായണ. ആ സ്നേഹത്തോടു കൂടി എല്ലാവരും വിളിക്കൂ. നാരായണ നാരായണ നാരായണ. കണ്ണൻ നമ്മുടെ അടുത്ത് അതിലേറെ സ്നേഹത്തോടു കൂടി ഓടി വന്ന് നമ്മുടെ മടിയിലൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി മാത്രം മതി കണ്ണനെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. ഋഷീശ്വരന്മാർ ഈ കലികാലത്ത് നമുക്ക് ജപിക്കാനായി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം. അതുകൊണ്ട് ആരും ഈ മന്ത്രത്തെ ഉപേക്ഷിക്കരുത്. ഈ മന്ത്രം ദിവസേന ഉപാസിക്കുക, നിത്യവും ഉപാസിക്കുക. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കിട്ടുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.